ഓക്കെ ഇത്രയും അത് നല്ലതല്ലേ, നമ്മൾക്ക് ഹേർട്ട് ആവില്ല ഒന്നുമില്ല. ഇത് അവരുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്, ഇവരെ കൊണ്ടൊന്നും സംസാരിപ്പിക്കാൻ പറ്റൂല. സോ ഹായ് ഫ്രണ്ട്സ്, ബിബിൻ ജോർജ് MES കോളേജ്, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി കോളേജ് വളാഞ്ചേരി, അദ്ദേഹം അവിടെ പോവുകയും അദ്ദേഹത്തിനെ അവിടെ ക്ഷണിക്കുകയും ചെയ്തു. ക്ഷണിച്ചത് കുട്ടികളുടെ യൂണിയനാണോ അതോ അധ്യാപകരാണോ അതോ പ്രിൻസിപ്പൽ നേരിട്ടാണോ എന്നുള്ളതാണ് വ്യക്തമല്ലാത്തത്. എന്തായാലും അദ്ദേഹം പോയി. അവിടുത്തെ മാഗസീൻ്റെ ഉദ്ഘാടനമായിരുന്നു, അതിൻ്റെ മാഗസീൻ പ്രകാശനമായിരുന്നു. ആ മാഗസീൻ പ്രകാശനത്തിൽ അദ്ദേഹത്തെ വിളിക്കാണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തായാലും മാഗസീനിൻ്റെ പ്രകാശനം വിളിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം സിനിമയും ഓടുന്നുണ്ട് തിയേറ്ററിൽ, ഗുമസ്തൻ. സോ ഗുമസ്തൻ്റെ പ്രൊമോഷൻ കൂടെ പറയാമെന്നുള്ളൊരു അർത്ഥത്തിലാണ് പോയത്. പക്ഷെ അവിടെ ചെല്ലുകയും അദ്ദേഹം ആ ഒരു മാഗസിൻ പ്രകാശനം കഴിഞ്ഞിട്ട് സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ വിനോദ് സാർ അദ്ദേഹം വിലക്കുകയും അതിനെക്കുറിച്ചും സംസാരിക്കേണ്ട എന്ന് പറയും. അത് ബിബിൻ ജോർജിന് വളരെ വളരെ ഹേർട്ടായി അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ദൃശ്യമാണ് വന്നത്. പിന്നീട് ആ ഒരു ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് കുട്ടികൾ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചെങ്കിലും 5-6 നില കയറി ഇറങ്ങിയാണ് അദ്ദേഹം എത്തിയത് അവിടെ. സോ ഈ വീണ്ടും അവിടെ കയറാൻ വയ്യ. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഉപേക്ഷിച്ചിട്ട് പോയ ആ പരിപാടി ഉപേക്ഷിച്ച് പോയ ഒരാളാണ്. അതുമാത്രമല്ല അവിടെ ഗുമസ്തൻ സിനിമയിലെ മറ്റ് ആളുകളുണ്ടായിരുന്നു, മറ്റ് ക്രൂ മെമ്പേഴ്സും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അതിനകത്ത് അത് കഴിഞ്ഞിട്ട് കുട്ടികൾ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോയി സമരം വിളിക്കുകയും റൂമിൽ ഖരാബ് ചെയ്യ കാര്യങ്ങളൊക്കെ വന്നു. ആ ഒരു സംഭവം അവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ബിബിൻ ജോർജ് വളരെ മെച്യൂറായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിബിൻ ജോർജ് നേരിട്ട് പ്രിൻസിപ്പളിനോട് സംസാരിച്ചു. ഇപ്പം ഞാൻ ഒരിക്കലും പ്രിൻസിപ്പളിനെ ആയിരിക്കാൻ പറയുകയല്ല, കാരണം അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആളാണ്, അല്ലേ, PhD MBA MCOM ഒക്കെ ഉള്ളതാണ് എന്ന് കരുതി ഔചിത്യമില്ലായ്മ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ എന്നാലും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ, ഒരു എയ്ഡഡ് കോളേജിലെ പ്രിൻസിപ്പളായിരിക്കുന്ന ഒരാൾ, ഒരു കലാകാരൻ വരുമ്പോഴത്തേക്ക് അപമര്യാദയായിട്ട് പെരുമാറേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെറ്റുണ്ട്. പക്ഷേ ഇത് ബിബിൻ ജോർജ് പറയുന്നതുകൊണ്ട് എനിക്ക് ഈ വ്യക്തിയോട് പ്രിൻസിപ്പളിനോട് ഒരു തരത്തിലുള്ള ദേഷ്യമോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു എക്സ്പ്ലനേഷൻ പ്രിൻസിപ്പൾ ഇതുവരെ പറഞ്ഞിട്ടുമില്ല, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ അറിയാതെയാണോ ബിബിൻ ജോർജിനെ വിളിച്ച് വരുത്തിയത്, അതോ പ്രിൻസിപ്പൾ വിലക്കിയിട്ടും ഇപ്പോൾ സിനിമയുടെ പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടും കുട്ടികളുടെ യൂണിയൻ അത് ചെയ്യിപ്പിച്ചതാണോ, നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണോ, അതോ വേറെ ആരെയും കിട്ടാത്തത് കൊണ്ട് അല്ല പ്രിൻസിപ്പൾ ഉദ്ദേശിച്ച ആളെ കിട്ടാത്തത് കൊണ്ട് കുട്ടികൾ റെഡിയാക്കി എടുത്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഈഗോ ഹേർട്ടായതാണോ എന്ന് നമുക്കറിയില്ല. അത് പ്രിൻസിപ്പളിൻ്റെ വായിൽ നിന്ന് തന്നെ കിട്ടണം എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം. എന്തായാലും ബിബിൻ ജോർജിൻ്റെ ഒരു പ്രസ്താവന വളരെ മെച്ചുവേർഡായിട്ടുള്ള പ്രസ്താവനയാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് അദ്ദേഹത്തിന് ഹേർട്ടായി എന്നുള്ള കാര്യങ്ങൾ പറയാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. സത്യത്തിൽ സംഭവിച്ചത് 3 കോളേജിൽ നിന്നാണ് അന്ന് വിളിച്ചത്, യൂണിയൻകാരാണ് വിളിച്ചത്. അപ്പോൾ പൈസ കുറവാണ്, എന്നോട് പറഞ്ഞു പൈസ കുറവാണ്, വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രൊമോഷൻ പരിപാടി ഉണ്ടല്ലോ, എന്തായാലും പടം അടുത്ത ആഴ്ച ഇറങ്ങുകയാണ്, അപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ ടീമായിട്ട് വരാമെന്ന് പറഞ്ഞു. അവരും സന്തോഷമായി. കാരണം ഞാൻ മാത്രമല്ല, ഷൈജു, ശ്രീധർ, ജയ്സേട്ടൻ, ആ പടത്തിൽ അഭിനയിച്ച, പിന്നെ സമീറിലൊക്കെയുള്ള റോഷൻ, ആനന്ദ്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും ചെറിയ വയസ്സൊക്കെ ഇത്രയും ആർട്ടിസ്റ്റുകളും വരുന്നു എന്നുള്ള ഹാപ്പി ആയിരുന്നു എല്ലാവരും. അപ്പോൾ ഞാൻ ഞങ്ങളെല്ലാവരും ചെന്ന് കയറിയപ്പോൾ അവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കോളേജിൽ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രകാശനം ചെയ്യാനാണ് എന്നെ വിളിച്ചു. പ്രകാശനം ചെയ്യാനാണ് ഞാൻ വന്നത്. കൂട്ടത്തിൽ എൻ്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട്, അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ പിള്ളേരെല്ലാവരും ഗുമസ്ത, കാരണം അവിടെ പോസ്റ്ററൊക്കെ ഫുള്ള് കോളേജ് ഒട്ടിച്ചേക്കണോണ്ട് ഗുമസ്തൻ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് പുള്ളി ഇങ്ങനെ നമ്മൾ പറയില്ല, ഇങ്ങനെ ഭയങ്കര ഒരു ദേഷ്യം പോലെയായിരുന്നു ഇങ്ങനെ. അപ്പോൾ പുള്ളി പറഞ്ഞു അതെ ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ളവർ സംസാരിക്കും, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെയും അവർ അധ്യാപകർ തന്നെയാണ് വിളിച്ച് അവരെയും കയറ്റിയിരുത്തിയതേ. സോ മാഗസിൻ പ്രകാശനം കഴിഞ്ഞിട്ടാണ് സംഭവം നടന്നത്. അപ്പോൾ മാഗസിൻ പ്രകാശനം കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൾ വന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ, ഇത് ഓൾറെഡി വീഡിയോ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിന് ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. സോ വിനോദ് സാർ അങ്ങനെ പറഞ്ഞു, പ്രിൻസിപ്പൾ അങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങനെ അധികം കാര്യങ്ങളൊന്നും വേണ്ട, പരിപാടി കഴിഞ്ഞു. പക്ഷേ അതൊരു അപമാനിക്കലാണ്. കാരണം എല്ലാവരും മുമ്പ് വെച്ച് അങ്ങനെ പറയുന്നത് ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്ത് തരത്തിലുള്ള വികാരമാണ്, അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസ് യൂണിയനുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇപ്പോൾ എത്ര വർഷമായിട്ട് പഠിപ്പിക്കുന്ന ഒരാൾക്ക് എത്ര തരം കുട്ടികൾ, അല്ലേ, ഇപ്പോൾ ബിബിൻ ജോർജിൻ്റെ പ്രായത്തിന് അത്രയും തന്നെ അദ്ദേഹത്തിന് എക്സ്പീരിയൻസും കാണും പ്രിൻസിപ്പളിന്. സോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചതിൻ്റെ കാരണം എന്തായിരിക്കും? എന്തായാലും ബാക്കിയോടെ കേൾക്കാം എന്താണ് ബിബിന് പറയാനുള്ളത്. എൻ്റെ ബേസിൽ ഈ പിള്ളേർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സത്യത്തിൽ അവർക്ക് എൻ്റെ ഒരു പാട്ട് കേൾക്കാനും എല്ലാ കോളേജിൽ പോയാൽ നമ്മൾ പരിപാടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോരാനാണ്.
അപ്പം ഞാൻ പറഞ്ഞ അല്ല ഇവിടെ ഇവർക്ക് ആർക്കും ഇവിടെ ഒന്നും ഇവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തെങ്കിലും മാക്സിമം പറഞ്ഞ് പ്രകാശനം ചെയ്യുക, നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഇതിൻ്റെ അപ്പുറം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കതിലൊരു വിഷയമുള്ള കേസല്ല. എനിക്ക് തോന്നുന്നത് ബിബിനോടുള്ള ദേഷ്യമല്ല, കുട്ടികളോടുള്ള ദേഷ്യമാണ് പ്രിൻസിപ്പൾ തീർത്തതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിന് ഇരയായത് ഒരു കൂട്ടം കലാകാരന്മാരാണ് എന്നുള്ളതാണ് സത്യം. ബിബിൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കും ഇച്ചിരി വേദനാജനകമാണ്. കാരണം ബിബിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ നമുക്കറിയാം. പക്ഷേ അതൊന്നും മലയാളിക്കൊരു പ്രശ്നമല്ല. കഴിവുള്ളവനാണോ, കലാകാരനാണോ, അവൻ കഷ്ടപ്പെടാൻ തയ്യാറാണോ, അങ്ങനെയാണെങ്കിൽ മലയാളികൾ 2 കൈ നീട്ടി സ്വീകരിക്കും. കാരണം ഗുമസ്തൻ സിനിമ നമ്മൾ പേഴ്സണലി കണ്ടതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, ഒരു സാധാരണ വലിയ എന്താ പറയുക ക്യാൻവാസ് ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ വലിയ ആക്ടേഴ്സിനെ ഒന്നും എടുക്കാതെ അഭിനയിപ്പിച്ച് വിജയിപ്പിച്ചൊരു സിനിമകളിലൊന്നാണ് ഗുമസ്തൻ. സോ ആ സിനിമയുടെ ഭാഗമാകാൻ ബിബിൻ സാധിച്ചതെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. അത് മാത്രമല്ല ബിബിൻ്റെ അഭിനയം അതിനകത്ത് വളരെ മനോഹരമായി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു. സോ ബിബിൻ ഈ ഒരു കാര്യം പറഞ്ഞു, അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊച്ചിലെ മുതൽ ഇങ്ങനത്തെ എന്താ പറയുക ഒരു വേർതിരിവ് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ബിബിന് ഈ പറഞ്ഞ പോലെ ഫിസിക്കലി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. സോ സിനിമയിൽ ഒരു പക്ഷേ പല ചാൻസസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ചില ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെ, പല സമയങ്ങളിലും പല ജോലികൾ അപേക്ഷിച്ചിട്ടും കിട്ടാത്തൊരവസ്ഥ ഉണ്ടായേക്കാം. പക്ഷേ ബിബിൻ ഇതെല്ലാം ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നതെങ്കിൽ അത് ബിബിൻ്റെ ആ ഒരു എന്താ പറയുക, ബിബിൻ്റെ ഉള്ളിലൊരു ഫയർ ഉള്ളതുകൊണ്ടാണ്, ഒരു സ്റ്റഫ് ഉള്ളതുകൊണ്ടാണ്, ആ ഒരു താല്പര്യം, ആ ഒരു അഭിനിവേശം ഉള്ളതുകൊണ്ടാണ് സിനിമയിലോടും ആ ഒരു കലാരൂപത്തിനോടും താങ്കൾക്കുള്ള അഭിനിവേശം തന്നെയാണ് താങ്കളെ ഇവിടം വരെ എത്തിച്ചതെന്ന് പറയാം. പക്ഷേ വളരെ മെച്ചൂർഡായിട്ട് തന്നെ അദ്ദേഹം അത് പെരുമാറി. അത് ഒരു വാർത്തയാക്കണ്ട, അല്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആക്കണ്ട എന്നുള്ള രീതി തന്നെയാണ് അത് പറയുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും പ്രിൻസിപ്പിൾ അദ്ദേഹം ഇതിനെ ഈ പറഞ്ഞ പോലെ പ്രതികരിക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് മറ്റൊരു വേദനാജനകം. എന്തായാലും ബാക്കി കൂടെ കേൾക്കാം, എന്താണ് ബിബിന് പറയാനുള്ളതെന്നുള്ളതായിരിക്കും. ഓക്കെ. പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൈജു ചേട്ടനും ഇവരൊക്കെ അവരെയും കൂടി അപമാനിക്കില്ല, അവരോട് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ മാത്രം പറയുക, പിന്നെ ഒന്നും ചെയ്യണ്ട, ഒന്നും പറയണ്ട, ഒന്നും പിള്ളേർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇറങ്ങാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പ്രകാശനം ചെയ്തിട്ട് ഞാനിപ്പോൾ ആ വീഡിയോ കണ്ട വാക്കുകൾ പറഞ്ഞു. ജീവിതത്തിൽ ഒരുപാട് കോളേജിൽ പോയിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയാണ് ചെയ്തത്. അത് നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ. അദ്ദേഹം അത് പറയുമായിരുന്നു, അതായത് ഇദ്ദേഹം ഒന്നും പറയേണ്ട, പ്രിൻസിപ്പൾ ഒന്നും പറയേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ അനുഭവം ഉണ്ടായത് എന്ന് സ്റ്റേജിൽ വെച്ച് പറഞ്ഞിട്ടാണ് ബിബിൻ ഇറങ്ങിയത്. അത് ആ ഒരു കോളേജിലുള്ള വലിയൊരു ചർച്ചയായിട്ടുണ്ടാവും. ആ ഒരു കോളേജിൽ ഒരു കുട്ടികളുടെ ഇടയിലും അധ്യാപകരുടെ ഇടയിലും അതൊരു ചർച്ചയായിട്ടുണ്ടാവും. പക്ഷേ പ്രിൻസിപ്പൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ഇപ്പോഴും ഒരു അതിശയത്തോടു കൂടി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. കാരണം ഇങ്ങനെയൊക്കെ ഒരു പ്രിൻസിപ്പിളിനെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിന് പിന്നിൽ എന്താണ്, എൻ്റെ ചേതോ വികാരം എന്താണ് എന്ന് ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ബാക്കിയൊക്കെ കേൾക്കാം. കുട്ടികളന്ന് ഭയങ്കര ഹേർട്ടായി. കുട്ടികൾ ഞങ്ങളുടെ പുറകെ വന്നു, അവർ മാപ്പ് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഒന്ന് കയറണം. അപ്പം പിന്നെ അങ്ങോട്ട് കയറൽ ഇത്തിരി ചടങ്ങായതുകൊണ്ട് ഞാൻ കയറിയില്ല. ഞാൻ പറഞ്ഞില്ല വണ്ടി വിടുന്നു പറഞ്ഞു. അത്ര ഹേർട്ടായിട്ടുള്ള പോകുന്നത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അല്ലേ ഇറങ്ങി വരുമ്പോൾ? ആണ്. നാണൊക്കെ ചേട്ടൻ വിളിച്ചു വരുത്തിട്ടാണല്ലോ ഞാൻ പറയുന്നത്. ഏറ്റവും ഞാൻ സിമ്പിൾ പറയട്ടെ, ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് ഇപ്പോൾ പാടണ്ട, അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ പറയണ്ട എന്ന് ഓക്കെ. ഇതെന്നോട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് മാറ്റി വിളിച്ചിട്ട് ബിബിൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് അവിടെ അധികൃതർ താല്പര്യമില്ല, ഇവരോടും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മുടെ പരിപാടി ഒന്ന് ചെയ്തിട്ട് നമുക്ക്. അപ്പം ഞാൻ പറയാം ഓക്കെ, ഇത്രയും അത് നല്ലതല്ലേ, നമ്മൾക്ക് ഹേർട്ടാവില്ല, ഒന്നുമില്ല. ഇത് അവരുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്, ഇവരെ കൊണ്ടൊന്നും സംസാരിപ്പിക്കാൻ പറ്റൂല, നിങ്ങൾ ഇത് ഇപ്പം പറയാ പോവുക എന്നുള്ളത്. സാധാരണക്കാരായ ഒരു കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അവർ ഒരുപക്ഷെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോകും. അത് ഉണ്ടാവും. അതെന്നോട് കുറേ പേര് ചോദിച്ചു. ഞാനവിടെ നിന്നിട്ട് അത്രയും, കാരണം സ്റ്റുഡൻസിനെ കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നി. എന്താണെന്നറിയാമോ, അവർ എൻജോയ് ചെയ്യാനും സന്തോഷിക്കാനും വന്നിരുന്നതാണ്. അവരൊരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടിട്ടാണ് അവർ അത്രയും പേര് ഇറങ്ങി വന്നത്. വെച്ചാൽ ആലോചിച്ച് നോക്കിയേ, ഇല്ലെങ്കിൽ ഒരാളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോഴും അധ്യാപകരോട് എന്തെങ്കിലും കണ്ടില്ലേ ബിബിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എത്രയ്ക്കും വ്യക്തമാണ്, അത്രയും വളരെ മെച്യൂർഡാണ്. കുട്ടികൾ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബിബിനെ വിളിച്ചു വരുത്തിയത്. അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കണം. അപ്പം അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹം കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്, കുറേ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ കുറേയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബിബിൻ എന്ന് പറയുന്ന കലാകാരനോട് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനുമായിട്ട് 1-2 സിനിമകൾ അദ്ദേഹം വന്നിട്ടുണ്ട്. ഒരു വില്ലൻ ഗ്രേ ഷെയ്ഡായിട്ടുള്ള ഒരു
സിനിമയിൽ, എനിക്കൊന്ന് ദുൽഖറിൻ്റെ സിനിമയിലാണെന്ന് തോന്നുന്നു അല്ലേ, ദുൽഖറിൻ്റെ സിനിമയിൽ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ സിനിമകൾ അദ്ദേഹത്തിനെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അവസാനമായി കണ്ട ഗുമസ്തനും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ്. സോ വളരെ മെച്യൂർഡായിട്ടുള്ള ഒരു റിപ്ലൈ ആയിരുന്നു ബിപിൻ അവിടെ നടത്തിയത്. ഒരു തരത്തിലുള്ള ആരോപണമോ ഒരു തരത്തിലുള്ള തെറ്റുകളോ പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ മെച്ചുവായിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഏറ്റെടുത്തത്. എന്തായാലും കുറച്ചും കൂടെ അധ്യാപകനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഇല്ല, ഞാൻ പറയുന്നത് ഇത് സത്യസന്ധമായിട്ട് പറയുന്നത് അത് വിട്ട് കളയാന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും തെറ്റും പറ്റും, നാളെ എനിക്കും പറ്റും. അപ്പൊ എന്നെയും ചീത്ത പറയരുത്, തെറി പറയരുത്. സത്യം, അധ്യാപകന് പറ്റിയ തെറ്റ് എന്തായാലും അദ്ദേഹം ഇതുവരെ ഏറ്റു പറഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഒരു ഈഗോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് അധ്യാപകരിൽ ഇച്ചിരി കൂടുതലാണ്. അത് അവർക്ക് അത് സമ്മതിച്ചു തരാനായിട്ട് ഇച്ചിരി പാടാണ്. അത് പേഴ്സണലി നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. ഏതൊരു അധ്യാപകനായാലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റു പറയില്ല. പിന്നെ ഒരു പ്രിൻസിപ്പളാണെങ്കിൽ പറയേ വേണ്ട, അതൊരു വലിയൊരു ചടങ്ങായിട്ട് തന്നെ ഇവരുടെ മനസ്സിൽ അത് കൊണ്ട് നടക്കും. അത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും, പിന്നെ ഗവൺമെൻറ് കോളേജാണ്, അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ പറയാനും സംസാരിക്കാനും കുറേ കൺട്രോൾസും കാര്യങ്ങളുണ്ട്. എന്തായാലും ഇതുവരെയായിട്ടും നമ്മുടെ എനിക്കൊന്ന് പ്രിൻസിപ്പളിൻ്റെ പേര് വിനോദ് തന്നെയാണെന്ന് തോന്നുന്നു, ഞാൻ നെറ്റിൽ അങ്ങനെയാണ് കണ്ടത്. അപ്പം വിനോദ് സാർ അത് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ, MES കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു 42 വർഷം പഴക്കമുള്ളൊരു കോളേജാണ്. അപ്പോൾ ആ ഒരു കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തി, അതിനെ ഹെഡ് ചെയ്യുന്ന ഒരു ചെയർമാൻ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഇതുവരെയായിട്ടും ആ ഒരു മാധ്യമവും പോയിട്ടില്ല. എനിക്കൊന്ന് അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം, മേ ബി, ഞാൻ വേറെ ഒന്നും കണ്ടില്ല. സോ എന്തായാലും ബിപിൻ ബ്രോ വളരെ വ്യക്തമായി വളരെ മെച്ചുവേർഡായി താങ്കൾ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. താങ്കളുടെ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ, നല്ല നല്ല സിനിമകൾ താങ്കളുടെ മുന്നിലോട്ട് വരട്ടെ, മുന്നോട്ട് പോവുക. താങ്കൾ കൊണ്ടായിട്ടുള്ള എല്ലാ മാനനഷ്ടങ്ങൾക്കും മലയാളി സമൂഹം കാണുന്നുണ്ട്. അത് കൂടുതൽ ഊർജ്ജമായി മുന്നോട്ട് പോകാൻ താങ്കൾക്ക് സാധിക്കട്ടെ. സോ തൽക്കാലം ബൈ.